ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്ന് നടന്ന സൗഹൃദ മത്സരത്തിൽ 3 മുന്നേറ്റ നിര താരങ്ങളെയായിരുന്നു കാർലോ ആഞ്ചലോട്ടി ഉപയോഗപ്പെടുത്തിയിരുന്നത്. ഇടത് വിങ്ങിൽ വിനീഷ്യസ് ജൂനിയർ, വലത് വിങ്ങിൽ റാഫീഞ്ഞ, സെൻറ്റർ ഫോർവേഡ് ആയിക്കൊണ്ട് ഇഗോർ തിയാഗോ എന്നിവരായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് രണ്ടാം പകുതിയിൽ ഇതിന് മാറ്റം സംഭവിച്ചു എന്നുള്ളതാണ്. ഏതായാലും വിനീഷ്യസ് ജൂനിയറും റാഫീഞ്ഞയും തമ്മിലുള്ള ഈ കൂട്ടുകെട്ടിനെ കുറിച്ച് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി സംസാരിച്ചിട്ടുണ്ട്. രണ്ടുപേരും നന്നായി കളിച്ചു, രണ്ടുപേരുടെയും ഒരു കൂട്ടുകെട്ട് നന്നായി വർക്കായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: വിനീഷ്യസ് ജൂനിയർ റാഫീഞ്ഞ കൂട്ടുകെട്ട് ഇന്ന് നന്നായി വർക്കായിട്ടുണ്ട്. രണ്ടുപേർക്കും നല്ല രൂപത്തിൽ ഇഴകിച്ചേരാൻ സാധിച്ചിട്ടുണ്ട്. രണ്ടുപേർക്കും ശരിയായ രൂപത്തിലുള്ള ഒരു പൊസിഷൻ നൽകാൻ ഞങ്ങൾക്ക് സാധിച്ചു. രണ്ടുപേരുടെയും പ്രകടനം ഇന്ന് മികച്ചതായിരുന്നു. ഇതാണ് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത്. അതായത് രണ്ടുപേരും നന്നായി കളിച്ചിട്ടുണ്ട് എന്നാണ് കാർലോ ആഞ്ചലോട്ടിയുടെ ഒരു അവകാശവാദം. ഒരുപാട് അവസരങ്ങൾ ആദ്യ പകുതിയിൽ ബ്രസീലിന് ലഭിച്ചിരുന്നു. വിനീഷ്യസ് ജൂനിയർക്കും റാഫീഞ്ഞക്കും ഗോളവസരങ്ങൾ ലഭിച്ചിരുന്നു. ഇഗോർ തിയാഗോക്കും ഗോളവസരങ്ങൾ ലഭിച്ചിരുന്നു. പക്ഷെ അതൊന്നും കൃത്യമായി മുതലെടുക്കാൻ സാധിക്കാതെ പോവുകയായിരുന്നു. ഏതായാലും രണ്ടാം പകുതിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആദ്യ പകുതിയിൽ തന്നെയാണ് ബ്രസീൽ നല്ല പ്രകടനം നടത്തിയിട്ടുള്ളത്. പൊസിഷൻ കൈവശം വെക്കാനും അതുപോലെ തന്നെ ഗോളവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും ആദ്യ പകുതിയിൽ കഴിഞ്ഞിരുന്നു. പക്ഷെ ഗോളുകൾ നേടാൻ സാധിച്ചില്ല. ഏതായാലും അടുത്ത മത്സരത്തിൽ അഥവാ വേൾഡ് കപ്പിലെ ആദ്യ മത്സരത്തിലും വിനീഷ്യസ് ജൂനിയർ റാഫീഞ്ഞ കൂട്ടുകെട്ട് ഉണ്ടാകും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീമായി കാണാം.